ഗായ്സ്, നമ്മളെല്ലാവരും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണല്ലേ. ഇന്നൊരു ഹെൽത്തി ലഡു റെസിപ്പി ആയാലോ? ഇതിനായിട്ട് കറുത്ത എള്ള്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, വെളുത്ത നിറത്തിലുള്ള എള്ള്, പിന്നെ ഈന്തപ്പഴം. ഇനി സീഡെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ക്രിസ്പി ആയിരിക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി സീഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഫൈൻ ആയിട്ടും പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ തരിതരിയായിട്ടും പൊടിച്ചെടുക്കാം. അപ്പോൾ ദേ സീഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓരോ സീഡും ഞാൻ 200 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഈന്തപ്പഴം. ഇത് സീഡ്ലെസ് ആണ് കേട്ടോ. 1 kg ഞാൻ എടുത്തിട്ടുണ്ട്. സോ വേറെ പരിപാടിയൊന്നുമില്ല, വേഗത്തിൽ തന്നെ ക്രഷ് ചെയ്തെടുക്കാം. അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിനിടയിൽ ചൂട് പാത്രം ആയതുകൊണ്ട് ചൂട് പാത്രമൊക്കെ ഹോൾഡർ ചെയ്യുന്ന ആ ഹോൾഡർ കാണാണ്ട് പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ എല്ലാം സെറ്റ് ആക്കി എടുത്തത്. ഈ ഉരുളിക്കാണെങ്കിൽ നല്ല ചൂടും. 1 kg ഈന്തപ്പഴമാണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും 1 kg ഉണ്ട് കേട്ടോ. ഈന്തപ്പഴം നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ചു വെച്ചിരിക്കുന്ന സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറേശ്ശെ ആഡ് ചെയ്യാന്നാ വിചാരിച്ചേ, പക്ഷെ ആഡ് ചെയ്തപ്പോ കുറച്ചു കൂടിപ്പോയി. ഇപ്പൊ മിക്സ് ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളിത് ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആകാത്തത് കൊണ്ട് ഞാൻ പൊടി മുഴുവനും ആഡ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ലഡു ആക്കാൻ പറ്റും. ഞാൻ നെയ്യ് ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. സോ ഞാൻ ടൈം എടുത്ത് മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാൽനട്ട്, പീനട്ട്, കാഷ്യൂ, ബദാം ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ലഡു ആയിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് മോർണിംഗ് ഓരോ സ്പൂൺ കഴിക്കാം. അതല്ലെങ്കിൽ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ചാ.